മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിച്ച സർക്കാർ നടപടിക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ അംഗീകാരം. സർക്കാർ നടപടിക്കെതിരായ UDF നേതാക്കളുടെ അപ്പീൽ ഹർജി ഡിവിഷൻ ബെഞ്ച് തള്ളുകയായിരുന്നു. സർക്കാർ നടപടിയെ എതിർത്ത റിസർവ് ബാങ്കിനെയും ഹൈക്കോടതി വിമർശിച്ചു. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് കേരള ബാങ്കിൽ ലയിപ്പിച്ച സർക്കാർ നടപടി ചോദ്യം ചെയ്ത് ലീഗ് നേതാവ് UA ലത്തീഫ് MLA നൽകിയ ഹർജി നേരത്തെ സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. സർക്കാർ നടപടി നിയമപരമാണെന്ന് കണ്ടെത്തി ശരിവച്ച സിംഗിൾ ബെഞ്ച് നടപടിക്കെതിരെ UDF നേതാക്കൾ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. കേസ് സമഗ്രമായി പരിശോധിച്ച ഡിവിഷൻ ബെഞ്ചും സർക്കാർ നടപടി ശരിവെക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച് സഹകരണ നിയമത്തിൽ സർക്കാർ വരുത്തിയ നിയമഭേദഗതി നിയമപരമാണെന്ന് ജസ്റ്റിസുമാരായ അമിത് റാവലും CS സുധയും ഉത്തരവിൽ വ്യക്തമാക്കി. ലയനപ്രമേയമോ അഡ്മിനിസ്ട്രേറ്റർ ഭരണമോ ഇല്ലെങ്കിലും ജില്ലാ സഹകരണ ബാങ്കുകളെ ഏറ്റെടുക്കാമെന്നാണ് സഹകരണ സൊസൈറ്റി നിയമഭേദഗതി. നിർബന്ധിതമായി ജില്ലാ സഹകരണ ബാങ്കുകളെ ഏറ്റെടുക്കാൻ കേരള ബാങ്കിന് ഇത് അധികാരം നൽകി. ഡിവിഷൻ ബെഞ്ച് കൂടി ശരിവെച്ചതോടെ കേരള ബാങ്ക് രൂപീകരണത്തെ എതിർത്ത UDFന് കനത്ത തിരിച്ചടിയായി. മലപ്പുറം ബാങ്ക് ചെയർമാനും ലീഗ് നേതാവുമായ UA ലത്തീഫ് MLA, മലപ്പുറം ജില്ലയിലെ 93 പ്രാഥമിക സഹകരണ സംഘം പ്രസിഡന്റുമാർ എന്നിവരായിരുന്നു ഹർജിക്കാർ. വാദത്തിനിടെ സർക്കാരിനെതിരെ നിലപാടെടുത്ത റിസർവ് ബാങ്കിനെയും കോടതി വിമർശിച്ചു. അനുമതി നൽകിയ ശേഷം കോടതിയിൽ എതിർത്തത് എന്തിനെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് രാഷ്ട്രീയപരമായും നിയമപരമായും UDFന് തിരിച്ചടിയും സർക്കാരിന് നേട്ടവുമാണ്. കേരള ബാങ്കിനെതിരായ എല്ലാ നീക്കങ്ങളും നിയമവഴിയിലൂടെ തന്നെ സർക്കാർ തകർത്തിരിക്കുന്നു. കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ്.